രാഹുലെ, അങ്ങനെ കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF തരംഗം ആഞ്ഞടിക്കുമെന്നും ഭരണമാറ്റം വരുമെന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എക്സിറ്റ് പോളിനെ വിശ്വസിക്കാനുള്ള ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? വിശ്വസിക്കാം. എക്സിറ്റ് പോളിനെ വിശ്വസിക്കാം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം ഇപ്പോൾ CPM ഇറക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകളെ നിങ്ങൾ കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് പറഞ്ഞത്. UDF അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ചില മന്ത്രിമാരുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ഇവരെല്ലാം തോക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയുന്ന കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു. പക്ഷേ കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളിൽ പലതും തുടർ ഭരണം പ്രവചിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഈ തവണത്തെ എക്സിറ്റ് പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 എക്സിറ്റ് പോളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും കൃത്യമായിട്ടുള്ള മുൻതൂക്കം UDF പ്രവചിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോളുകൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിലെല്ലാം LDF തുടർഭരണമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സർവേ ഫലം മാത്രമാണ് BJPക്ക് 10 മുതൽ 14 സീറ്റുകൾ പ്രവചിക്കുന്നത്. എന്നിരുന്നാലും അതിൽ UDF പ്രവചിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് 66 തൊട്ട് 76 സീറ്റുകൾ വരെയാണ് UDF പ്രവചിക്കുന്നത്. LDF 58 മുതൽ 68 വരെ. ഞാൻ ഈ എക്സിറ്റ് പോളുകളെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു എക്സിറ്റ് പോൾ പോലും LDF 71 മുകളിൽ സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിക്കുന്നില്ല. ഏറ്റവും മാക്സിമം LDF പ്രവചിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് 69 ആണ്. JVC സർവേ, അതായത് JVC PMark സർവേ ആണ്. അപ്പോൾ അത് 69 ആണ് പറയുന്നത്. അപ്പം LDF ഏറ്റവും കുറച്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്ന സർവേ എന്ന് പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 49 സീറ്റുകളാണ് LDF മിനിമം കിട്ടുന്നത്. മാക്സിമം കിട്ടുന്നത് 62 സീറ്റുകളാണ്. പക്ഷേ അത് തന്നെ UDF എടുത്ത് നോക്കി കഴിഞ്ഞാൽ UDF മിനിമം 78 സീറ്റുകൾ ലഭിക്കും, മാക്സിമം 90 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർവേകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ UDF സംബന്ധിച്ച് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ UDF മിനിമം എല്ലാവരും ഒരു 70 സീറ്റുകൾ, 68-70 സീറ്റുകൾ മിനിമം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നതെന്നാണ്. ഇന്നലെ ഞാൻ എല്ലാ വാർത്താ ചാനലുകളും മാറി കണ്ടുകൊണ്ടിരുന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്ത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് റിപ്പോർട്ടർ TV ഈ എക്സിറ്റ് പോൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. കരയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക്, അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്ന് മെഴുകാതെ, ഇങ്ങനെ കിടന്ന് കരയാതെ മെയ് 4 വരെ സമയമുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. എന്നാലും അരുൺകുമാറൊക്കെ പറയുന്നത് എന്താണിത്, നേരിയ മുൻതൂക്കം മാത്രമേ, നേരിയ മുൻതൂക്കത്തിൽ, അതായത് വളരെ വിഷമത്തോടെയാണ് പറയുന്നത്, നേരിയ മുൻതൂക്കത്തോടെ UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു ട്രെൻഡ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ 80-90 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പല സർവേകൾ പറഞ്ഞിട്ടും പ്രീപോൾ സർവേയിൽ ഏറ്റവും മിനിമം എടുത്തിട്ട്, അതായത് അവരെടുക്കുന്നത് UDF ഏറ്റവും മിനിമവും LDF ഏറ്റവും മാക്സിമവും ആണ്. അപ്പോൾ ഇതെടുത്തിട്ടാണ് ഇവർ തമ്മിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ചിരി പടരുന്നൊരു രംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ ആണെങ്കിൽ പോലും ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇതിങ്ങനെയല്ല, ഇതിൽ ഫുൾ വൈരുദ്ധ്യാത്മകതയാണുള്ളത്. അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദങ്ങളൊക്കെ ഇതിനകത്തും കൃത്യമായിട്ട് നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയുമെന്നൊക്കെ തന്നെയാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. അപ്പോൾ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്നലത്തെ പ്രീപോൾ സർവേ അവതരണം എന്ന് പറയുന്നത് റിപ്പോർട്ടർ TV തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഒരു വിഷമം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സഹതാപം, അതായത് CPM ആണ് തുടർഭരണത്തിൽ വരാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാൻ നോക്കി. അവസാനം ഓരോ സർവേകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ആദ്യത്തെ സർവേ വരുമ്പോൾ ഇതങ്ങനെ ആയിരിക്കത്തില്ല, കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അടുത്ത സർവേ നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ സർവേകളും മാറി നോക്കി അവസാനത്തെ സർവേയും വന്ന സമയത്ത്, ഒരു 10-12 സർവേകൾ വന്ന സമയത്ത് അവസാനം അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, UDF തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ UDF ഒരു ട്രെൻഡ് ഉള്ളത് എന്ന് കണ്ടെത്തുമ്പോൾ അവസാനം അരുൺകുമാർ പറഞ്ഞു നിർത്തുന്നത് ചെറിയ ഭൂരിപക്ഷത്തിന്, അത് വളരെ രസമായിട്ടാണ്, ചെറിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വന്നേക്കാം, പക്ഷേ സാധ്യത LDF. അതെ, അപ്പം രാഹുലെ, LDF-ഉം UDF-ഉം തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കടന്നു പോകേണ്ടത് ഈ പറയുന്ന BJP NDA സഖ്യത്തിലേക്കാണ്. NDA BJP സഖ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന BJPയുടെ ഘടകങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം തന്നെ പറയുന്നുണ്ട്
ഞങ്ങൾ സംപൂജ്യരാണ്, ഞങ്ങൾക്കൊരിടത്തും നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. മാട്രിക്സ് സർവേയിൽ NDA 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾസ് പൾസിൽ 0 മുതൽ 3 വരെ സീറ്റുകൾ, വോട്ട് വൈബിൽ 0 മുതൽ 4 വരെയും. ഞാൻ നോക്കിയതിൽ എല്ലാ സർവേകളിലും 3 മുതൽ 7 സീറ്റ് വരെയൊക്കെ അതിൽ JVC എക്സിറ്റ് പോൾ സർവേയിലാണ് ഈ 3 മുതൽ 7 വരെ സീറ്റുകൾ എങ്ങനെയും നേടുമെന്ന് പറയും. അതായത് എങ്ങനെയും നേടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പാലക്കാട് വിഷയവും അതുപോലെ തന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രോബ്ലങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ ഈ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ BJP തന്നെ പറയുമ്പോഴും ഈ 7 സീറ്റുകൾ എങ്ങനെ എക്സിറ്റ് പോളിൽ പറയുന്നു? ഇതിൽ BJP ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആണ് BJP കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേമത്ത് BJPക്കാണ് ഒരു മുൻതൂക്കം കൂടുതലെന്ന് പല സർവേകളും പ്രവചിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്, ഇപ്പുറത്ത് ശബരിനാഥനാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശിവൻകുട്ടിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകൃതമായി കിട്ടി. അങ്ങനെയാണ് ശിവൻകുട്ടി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ SDP തന്നെ ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനാണ് മത്സരിക്കുന്നത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആദ്യം തന്നെ ഞാൻ അവിടെ മത്സരിക്കും, ഞാൻ അവിടെ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയായ ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അവിടെ ശബരിനാഥന് സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശബരിനാഥൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ശിവൻകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാം ശബരിനാഥനിലേക്ക് പോകുമെന്നുള്ള ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതാണ് BJP അവിടെ ഏറ്റവും കൂടുതലും ഊന്നി വെച്ചിട്ടുള്ളത്. നേമത്തൊരു മുൻതൂക്കം BJPക്കാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ രണ്ടും പ്രവചനാതീതമാണ് എന്നാണ് പല സർവേകളും പറയുന്നത്. അപ്പോൾ അവിടെ ആര് വിജയിക്കും എന്നുള്ളത്. അപ്പോൾ കഴക്കൂട്ടത്താണെങ്കിൽ പോലും കഴക്കൂട്ടത്ത് മുരളീധരൻ വിജയിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു വെക്കുന്നുണ്ട്, തള്ളിക്കളയുന്നില്ല. മുരളീധരൻ വിജയിച്ചേക്കാമെന്ന് പല സർവേകളും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചേശ്വരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും BJPക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ നമ്മൾ പറയുന്ന ഈ കാസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഈ ജാതി സമവാക്യങ്ങൾ എങ്ങനെയാണ് ഏകീകൃതമായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വിഭജിച്ചാണോ പോയിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത്. അതായത് BJP എന്ന് പറയുന്നൊരു അവർ കൂടുതലും നോക്കി വെക്കുന്ന വോട്ടുകൾ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളാണ് നോക്കി വെക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ വോട്ടുകളും ഇസ്ലാമിക ഭൂരിപക്ഷ വോട്ടുകളും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ജാതിയില്ല മതമില്ല എന്നെല്ലാം പറയുമ്പോഴും ഈ ജാതീയ വോട്ടുകളെല്ലാം എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കുന്നുണ്ട്. ഇപ്പം ഈഴവ സമുദായത്തിൻ്റെ ആണെങ്കിലും NSSൻ്റെ ആണെങ്കിലും അല്ലാതെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള ഇതര വിഭാഗത്തിൻ്റെ ആണെങ്കിലും എല്ലാ സംസ്കാരത്തിൻ്റെയും വോട്ടുകൾ എല്ലാവരും ഊന്നി വെക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പെടാപ്പാടുകളെല്ലാം പല പാർട്ടികളും പെടുന്നതും. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മന്ത്രിമാരുടെ മണ്ഡലങ്ങളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ പല മന്ത്രിമാരും ഭയത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ അതായത് മണ്ഡലങ്ങൾ പലതും ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഈ എക്സിറ്റ് പോളിന് മുന്നേ തന്നെ UDF ഏകദേശം ധാരണയിലെത്തി വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന്. ജനങ്ങളുടെ മനസ്സാണ്, നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പം ഈ എക്സിറ്റ് പോളുകളും ഇതെല്ലാം വരുന്ന സാഹചര്യത്തിലും നാളെ എന്തെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ മണ്ഡലങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പോൾ 140 മണ്ഡലങ്ങളുണ്ടെങ്കിലും 140 മണ്ഡലങ്ങളിലെയും ട്രെൻഡ് വ്യത്യസ്തമാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളും ഞാനിപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ ആദ്യം പരിശോധിക്കുന്നത് പത്തനാപുരമാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ മണ്ഡലമാണ്, എനിക്ക് അവിടെയാണ് വോട്ട്. അപ്പോൾ ഞാൻ അതായത് മിക്കവാറും എക്സിറ്റ് പോളുകളുടെ എല്ലാം കോർ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പത്തനാപുരത്ത് LDFനാണ് ഒരു മുൻതൂക്കം എന്ന് പറയുന്ന പല സർവേകളും ഞാൻ കണ്ടു. പക്ഷേ എനിക്കറിയാവുന്ന അവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അവിടെ UDF വിജയിക്കാനാണ് സാധ്യത. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലമായിട്ട് ജ്യോതികുമാർ ചാമക്കാല അവിടെ എടുത്ത പണി, ഇപ്പോൾ ചെമ്പനരുവി പോലുള്ള ഭാഗങ്ങൾ അവിടെ അതായത് ജ്യോതികുമാർ ചാമക്കാല ഇതിനു മുമ്പ് മത്സരിക്കാൻ വരുമ്പോൾ ആരാണ് എന്ന് പോലും അറിയില്ല. ജ്യോതികുമാർ ചാമക്കാല ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പോലും അറിയത്തില്ല, ആളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് പുള്ളി അവിടെ പണിയെടുത്തു. തോറ്റതിന് ശേഷം ആദ്യം തന്നെ ചെമ്പനരുവിയിലേക്ക് പോകുന്നു, അവിടെ ടവർ
അവിടെ റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ ടവർ വയ്ക്കുന്നു, അവിടെ ഒരാഴ്ച അവിടുത്തെ ആളുകളുടെ കൂടെ കപ്പയൊക്കെ കഴിച്ച് അവിടെ താമസിച്ച് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ഓരോ ആളുകളുടെയും സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നു. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നേതാവ് നമ്മളോടൊപ്പം നമ്മുടെ സുഖദുഃഖങ്ങളിലേക്ക് കടന്നു വരികയാണ്, നമ്മൾ ക്ഷണിക്കാതെ പോലും കടന്നു വരികയാണെങ്കിൽ അതെപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കും. അതെ, അത് വലിയൊരു കാര്യമാണ്. ഒരു മരണച്ചടങ്ങിലേക്ക് ഒരു നേതാവ് വരുമ്പോൾ അയാൾ ആരാണെങ്കിലും അയാൾ വന്നു എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കും. അയാൾ വന്ന് ആ വീട്ടുകാരോട് സംസാരിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരുന്നു. അപ്പോൾ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു നേതാവിനോടൊരു മമത ഉണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും. അത് LDF എന്നോ UDF എന്നോ BJP എന്നോ നോക്കാതെ പോകുന്ന ഒരു നേതാവിൻ്റെ അടുത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. ഞാൻ അതായത് രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന പല ആളുകളോടും ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഇദ്ദേഹം സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും പരസ്യമാക്കിയിട്ടില്ല, ഇതെല്ലാം ഉൾരഹസ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല വോട്ടുകളും അങ്ങനെ മറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സർവേകളിൽ പോകുമ്പോൾ LDFന് മുൻതൂക്കം കിട്ടുമെന്ന് LDFുകാർ പറയും, UDFിൻ്റെത് UDFും പറയും. അപ്പോൾ ഒരു ഏകദേശ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDFന് തന്നെ ആയിരിക്കും മുൻതൂക്കം വരുന്നത്. പക്ഷേ അഭിപ്രായം പറയാതെ പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട്. പത്തനാപുരത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാത്ത ഒരു 20% കൂടുതൽ ആളുകളുണ്ട്. അവരുടെ വോട്ടുകളുടെ ഡിസിഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ ട്രെൻഡ് UDFന് അനുകൂലമായിട്ടാണ്. അതായത് പൊതു കണക്കനുസരിച്ചും പിണറായി വിരുദ്ധത നിലനിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലം പറഞ്ഞത് ഇത്തരത്തിലുള്ള പല ട്രെൻഡുകളും പല മണ്ഡലത്തിലുമുണ്ട്. ഈ മന്ത്രിമണ്ഡലങ്ങൾ ഇപ്പോൾ നമ്മൾ ആറന്മുള എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണ്. ആരോഗ്യമന്ത്രി ഈ കേരളത്തിൽ ഇത്രയും കാലം കാഴ്ചവെച്ച അവരുടെ മികവ്, നമ്പർ 1 കേരളമാണല്ലോ ആരോഗ്യ മേഖലയിൽ. ആ കഴിവിനുള്ള പുരസ്കാരം എന്താണെങ്കിലും ജനങ്ങൾ കൊടുക്കുമല്ലോ. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭയം, അവിടെ UDFനും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നൊരു ട്രെൻഡ് വന്നത് അതുകൊണ്ടാണ്. എന്താണെങ്കിലും രാഹുലെ, നമുക്ക് മണ്ഡലങ്ങൾ വേർതിരിച്ച് ഒരിക്കൽ കൂടി വരാം. കാരണം എക്സിറ്റ് പോൾ അനുസരിച്ചുള്ള മണ്ഡലങ്ങളുടെ വേർതിരിവിലേക്ക് വരാം. എന്താണെങ്കിലും ഇടതുപക്ഷത്തിന്റെ കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ കരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇടതുപക്ഷം ഏറ്റവും കൂടുതലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മധ്യമേഖലയും അതേപോലെ തന്നെ തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണ 4 സീറ്റാണ് കിട്ടിയത്. 4 സീറ്റാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ മണ്ഡലങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റാണ് UDFന് കിട്ടുന്നത്. കൊല്ലത്തുനിന്ന് കഴിഞ്ഞ തവണ കിട്ടിയത് ആകെ 2 സീറ്റുകളാണ്, തിരുവനന്തപുരത്ത് നിന്ന് 1 സീറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മണ്ഡലങ്ങളിലെല്ലാം തോൽവി എത്രയും കടുപ്പിച്ച് കിട്ടിയൊരു പാർട്ടിയാണ് UDF എന്ന് പറയുന്നത്. ഇത്തവണ അവിടെ വലിയൊരു മുന്നേറ്റമായിരിക്കും. 4 കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം വലിയൊരു മുന്നേറ്റം. നമ്മളിപ്പോൾ കൊല്ലത്ത് തന്നെ 7-8 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് പല ക്യാമ്പുകളും. അപ്പോൾ വലിയൊരു മുന്നേറ്റമാണ്. തെക്കൻ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ തവണ 4 സീറ്റുകൾ മാത്രമാണ് കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം കൊല്ലം പോലൊരു ജില്ലയിൽ നിന്ന് തന്നെ 7-8 സീറ്റുകൾ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റമാണ് അവിടെ വരാൻ പോകുന്നത്, വലിയൊരു ട്രെൻഡാണ് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തൊരു 8-9 സീറ്റുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഒരു 90-100 സീറ്റുകളിലേക്ക് അടുപ്പിക്കും. VD സതീശൻ പറയുന്നത് സത്യമാകാൻ വഴിയുണ്ട്.